തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മമതാ ബാനർജിക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം അത്തരത്തിലുള്ള പ്രസ്താവനകളാണ് മമതാ ബാനർജി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമനില തെറ്റിയ ഒരു യുവതിയുടെ ഒരു ആളുകളെ പോലെയാണ്, ഒരു യുവതിയെ പോലെയാണ് മമതാ ബാനർജി ഇപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാതൊരുവിധ ആവശ്യവും ഈ കോണ്ടെക്സ്റ്റിൽ അതിനില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയായി. വോട്ടെടുപ്പിനിടെ ചില സ്ഥലങ്ങളിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ കാര്യമായ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേന്ദ്ര സേനയുടെ കർശന നിരീക്ഷണം ഉണ്ടായിരുന്നു. 142 ജനറൽ നിരീക്ഷകരെയും 95 പോലീസ് നിരീക്ഷകരെയും വിന്യസിച്ചതും കാരണം സ്ഥിതിഗതികൾ വലിയ തോതിൽ നിയന്ത്രണ വിധേയമായി എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതേസമയം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും തമ്മിലുള്ള വാക്പോര് ശക്തമായിരിക്കുകയാണ്. സംസ്ഥാനത്ത് CRPFന്റെ വൻതോതിലുള്ള വിന്യാസത്തിനെതിരെ മുഖ്യമന്ത്രി മമതാ ബാനർജി കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തി. സ്വാഭാവികമാണ്. ഭവാനിപൂരിൽ വോട്ട് ചെയ്ത ശേഷം അവർ പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണ്, CRPFന് ഇങ്ങനെ പീഡിപ്പിക്കാൻ കഴിയില്ല. വോട്ട് ചെയ്തതിനു ശേഷം അവർ വിജയ ചിഹ്നം ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ്. കേന്ദ്ര സേനകളും കേന്ദ്ര ഇൻസ്പെക്ടർമാരും ആളുകളെ കൊല്ലുകയാണ്. അവർ സ്ത്രീകളെയും കുട്ടികളെയും പോലും വെറുതെ വിടുന്നില്ല. നമ്മുടെ പലരെയും അവർ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. ഇത് കോടതി ഇലക്ഷനാണ്. ഇത്തരമൊരു ജനാധിപത്യം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി പറയുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നു എന്ന് മമതാ ബാനർജി പറയുമ്പോൾ പണ്ട് കോൺഗ്രസിനെ നോക്കി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ പറഞ്ഞ ഒരു വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് കറപ്ഷൻ കെ ഊപ്പർ ആപ്പ് അരേ ഭയ്യ ഡെറ്റോൾ ഇട്ട് വാ കഴുകൂ എന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. അതുപോലെ സ്ത്രീകളെയും കുട്ടികളെയും കേന്ദ്രസേന കൊല്ലുന്നു എന്ന് പറയുമ്പോൾ ഇത് മമതാ ബാനർജിയാണോ പറയുന്നത്? ഡെറ്റോൾ ഇട്ട് മമതാ ബാനർജിയുടെ വാ കഴുകേണ്ട അവസ്ഥയാണെന്നുള്ളതാണ്. കാരണം സ്ത്രീകളും കുട്ടികളും ഏറ്റവും കൂടുതൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് മമതാ ബാനർജിയുടെ കാലത്തും CPMന്റെ കാലത്തുമാണ് അവിടെ എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു സ്ത്രീയോട് അവിടെ ബൈറ്റ് വെച്ചപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾക്ക് എന്താണ് മമതാ ബാനർജി ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ എനിക്ക് 10 ലക്ഷം രൂപ തരാം എന്ന് മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അതാണ് മമതയുടെ വാഗ്ദാനം ഇവിടെ സ്ത്രീകൾക്ക് എന്നാണ് അവിടെയുള്ള സ്ത്രീകൾ പോലും പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.